2026 മാർച്ച് മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷഫലങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. ശത്രു വിജയം ലഭിക്കാം. അതായത് ശത്രുക്കളിൽ നിന്ന് ഒരു ശല്യം ചെയ്യുന്നത് നമുക്ക് ഒഴിവാകും. അതല്ലെങ്കിൽ ശത്രുക്കൾ എന്തെങ്കിലും രീതിയിൽ കേസ് കോടതിയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അങ്ങനെ ശത്രുവിനെ ഏത് രീതിയിലും ഉണ്ടെങ്കിലും അത് ജയിക്കാൻ സാധിക്കും. അതുപോലെ മത്സരങ്ങളിലാണെങ്കിലും ജയിക്കാൻ സാധിക്കും. ഏതെങ്കിലും സിവിൽ കേസുകളോ ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ കുടുംബ കോടതിയിലെ കേസുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിജയം ലഭിക്കാൻ വേണ്ടിയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഋണമോചനം, കടത്തിൽ നിന്നെല്ലാം മോചനം ലഭിക്കാം. ഏത് കടമായിരുന്നാലും അതിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കാം. അതുപോലെ രോഗശാന്തി ലഭിക്കുന്നതിന്, ഏതെങ്കിലും രോഗത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതും ശാന്തി ലഭിക്കാം. ജീവിതത്തിൽ ആകമാനം എല്ലാ മേഖലകളിലും ഒരു പുരോഗമനം ഉണ്ടാകാം. ഒരു ഐശ്വര്യവും ഒരു സമൃദ്ധിയൊക്കെ ഉണ്ടാവാം. അതുപോലെ അകാരണമായ ഭയം, നാളെക്കുറിച്ചുള്ള അകാരണമായ ഭയം, എന്ത് നടക്കുമോ ഏത് നടക്കുമോ എന്നുള്ള ഭയമൊക്കെ മാറിക്കിട്ടും. അതുപോലെ സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിനും ഒരു ശമനം ഉണ്ടാകും. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർക്കൊക്കെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്ഥാന ഉന്നതി ലഭിക്കാം. അതുപോലെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ വീട് പണി പൂർത്തിയാക്കി അവിടെ താമസിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ലെങ്കിൽ പഴയ വീട് വാങ്ങിച്ച് പുതുക്കി പണിത് താമസിക്കാനോ, അതല്ലെങ്കിൽ പുതുതായിട്ട് തന്നെ ഒരു ഗൃഹം നിർമ്മാണ പണി തുടങ്ങുവാനോ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പോലുള്ള റെഡിമെയ്ഡായിട്ട് ഉള്ള വീടുകൾ വാങ്ങുന്നതിനോ സാധിക്കുന്നതാണ്. അതുപോലെ സ്ഥലം വാങ്ങാനും തോട്ടം വാങ്ങാനും ഒക്കെ ഭാഗ്യമുള്ളൊരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, നമ്മൾ ബ്രോക്കർ ഏജൻസി എന്നൊക്കെ പറയും പോലെ, അവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ഔഷധ നിർമ്മാണ കമ്പനികൾക്ക്, അത് ഏത് മെഡിസിൻ ആയിരുന്നാലും, ഇംഗ്ലീഷ് മെഡിസിൻ ആയിരുന്നാലും ആയുർവേദ മെഡിസിൻ ആയിരുന്നാലും എല്ലാം നിർമ്മിക്കുന്ന കമ്പനികൾക്ക്, അതിൻ്റെ വിതരണക്കാർക്കും വളരെ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ലാഭം ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ മാറാതെ ഉള്ള വയറുവേദന സംബന്ധിച്ച് ഉള്ള ആൾക്കാരുണ്ടാവും. എന്നും വേദന, പല രീതിയിൽ പരിശോധന നടത്തിയിട്ടും വേദന മാറുന്നില്ലാത്ത ആൾക്കാർക്ക് ഈ മാസം തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ചികിത്സ ലഭിക്കുകയും, ചിലർക്ക് സർജറി വേണ്ടി വരാം, അതൊക്കെ അവർക്ക് പൂർണ്ണ സുഖം കിട്ടുന്നു. അതുപോലെ തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നു. ഇതൊക്കെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കാം. അതുപോലെ കണ്ടശനിയുടെ ഒരു ഇത് ഉണ്ട്, അത് ലഭിക്കുന്നതിനൊരു സൈൻ്റെ ആയിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടാകാം. അതുപോലെ അലച്ചിലുണ്ടാകാം. അലച്ചിൽ നമ്മൾ വെറുതെ യാത്ര ചെയ്ത്, നടക്കാത്ത കാര്യത്തിന് നടക്കുമോ ഇല്ലയെന്ന് അറിയാണ്ട് വെറുതെ യാത്ര ചെയ്ത് ആ സമയങ്ങൾ പാഴാക്കി കളയാം. അതുകൊണ്ട് നടക്കും എന്നുള്ള ബോധ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക. അതുപോലെ കർമ്മങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ വരാം. നമ്മൾ ചെയ്യുന്ന, മുമ്പേ പറഞ്ഞു ഒന്നിനും തടസ്സം വരില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ചില തടസ്സങ്ങൾ നമ്മളായിട്ട് തന്നെ ചില തടസ്സങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. മുൻകൂട്ടി നമ്മൾ ആ തടസ്സങ്ങളൊക്കെ മാറ്റി പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു പ്രൊമോഷൻ കാര്യമായിരുന്നാലൊക്കെ പ്രൊമോഷൻ കിട്ടും, അത് തീർച്ചയാണ്. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ നീക്കാൻ വേണ്ടി നിങ്ങളും കൂടി പ്രയത്നിക്കുക. എന്നാൽ അത് വേഗം ആ പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അതോടെ സ്ട്രക്കായി കിടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡിപ്രഷൻ പോലുള്ള മാനസിക വിചാരങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. വേണ്ടുന്ന പരിഹാര പൂജകളൊക്കെ ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി നവഗ്രഹ ആരാധനയോ, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ സ്വാമിയെ പൂജിക്കുകയോ, ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാനെ പൂജിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞതില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ പൂജിച്ചാലും മതി. അതിന് ഉള്ള എല്ലാം ഈ കഷ്ടങ്ങൾ നഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ഈ കന്നിക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ നക്ഷത്രങ്ങൾ വേർതിരിച്ച് പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്കുള്ളതാണ് ആദ്യം പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാകുന്നു. കുടുംബത്തിൽ ധനവും ഐശ്വര്യങ്ങളും വസ്തുവകകളും വീടും എല്ലാം ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് കുടുംബത്തിലെ ഈ കുട്ടിയുടെ അച്ഛനമ്മമാരുടെ പൂർവിക സ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതും ആയിരിക്കാം. അതാണ് സാധ്യത കൂടുതൽ. പിന്നെ ചെറിയ അലർജി പോലുള്ള, ശ്വാസം മുട്ട് അലർജി പോലുള്ള അസുഖങ്ങളുണ്ടാകാം. കഫത്തിൻ്റെ ശല്യം ഉണ്ടാകാം.
10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ചെറിയൊരു സർജറി നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ഈ ചെറിയാവസ്ഥയിൽ തന്നെ പോലീസ് കേസ്, കോടതി നടപടിയൊക്കെ ഉണ്ടാകാനൊരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ഇതൊക്കെ ആണെങ്കിലും വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ധനനാശം പ്രതീക്ഷിക്കാം. അത് യുക്തിയും ബുദ്ധിയും എല്ലാം ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ചില ആപത്തുകൾ നമുക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം, ഇതിൽ ചിലർക്ക് ഉയർന്ന വിദ്യാഭ്യാസം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുവഴി നല്ലൊരു തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഈ സമയത്തേക്ക് അവർക്ക് മാറിക്കിട്ടുന്നു. അവർക്ക് ധാരാളം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. അവർക്ക് വീട്, വാഹനം ഇതെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. നേരെ ചിന്തിക്കാൻ സാധിക്കുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് വളരെ ഇത്തിരി കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ പലതിലും പോയി ചാടാനുള്ള ഒരു സമയം കൂടിയാണത്. അപമാനം, മാനഹാനി എന്നിവ ഉണ്ടാകാം എന്നുള്ളതിനാൽ അതുമായിട്ട് ബന്ധമുള്ള ഒരു പ്രവൃത്തികളിലും പങ്കെടുക്കാണ്ടിരിക്കുക, അതിലൊന്നും പങ്കാളിയാകാണ്ടിരിക്കുക, അതായിരിക്കും നല്ലത്. ഇണയുടെ മരണം, ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടാം. അതും വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കാം. അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങളൊക്കെ അല്ലാതെ ചിലർ വരാം എങ്കിലും അവർക്ക് അതിനൊക്കെ നല്ല ചികിത്സ ലഭിക്കുന്നതിന് അതൊക്കെ മാറിക്കിട്ടും. ധാരാളം ധനം ലഭ്യമാകും. പിന്നെ ദഹനം സംബന്ധിച്ചൊരു ചെറിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് അത്തം നക്ഷത്രക്കാരുടെ കാര്യമാണ്. 8 വയസ്സ് വരെയുള്ള അത്തം നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള സർജറി വേണ്ടി വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ശല്യം, ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ രക്തത്തിൽ, ഇതിൽ ചിലർക്കാണ്, എല്ലാവർക്കും അല്ല, ചില അണുബാധയുടെ ശല്യം മൂലം ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് തന്നെ അച്ഛനമ്മമാരും കൂടി വഴക്കിട്ട് പിരിഞ്ഞു മാറി താമസിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇതിൽ ചില കുട്ടികളുടെ അച്ഛനമ്മമാർ ജോലി സംബന്ധിച്ച് വളരെ അകന്ന് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ മാറി അവരും ആയിരിക്കാനും സാധ്യതയുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ദൈവികമായ പലതും ധർമ്മപരമായ കാര്യങ്ങൾക്കൊക്കെ മുടക്കം വരാം. ഈ കുട്ടികളുടെ അച്ഛനമ്മമാരെന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിൽ പൂജിക്കാനോ അല്ലെങ്കിൽ ആരാധനാലയത്തിൽ പോകാനോ ഒക്കെ ഉള്ള ഒരു തടസ്സം കാണുന്നുണ്ട്. അതിന് മുടക്കം വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ ബന്ധുക്കൾക്കൊക്കെ ഒരു ആപത്ത് വരുന്നതിനൊരു സാധ്യതയുണ്ട്. എല്ലാവരുമായിട്ടും പിണങ്ങുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ അത് പോലീസ് കേസുകളും കോടതി നടപടികളൊക്കെ ഉണ്ടാകാം. എങ്കിലും വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഒരു തടസ്സവും ഇല്ലാണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിന് ഒരു കോട്ടവും തൊട്ടുമില്ല. വിദ്യാഭ്യാസത്തിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുന്നതിനും ഇഷ്ടപ്പെട്ട ജോലി സ്വന്തമാക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ജാഗ്രത പാലിക്കണം. അത് ഹോസ്റ്റലിലായിരുന്നാലും റൂംമേറ്റിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. അതുപോലെ തന്നെ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച ആ ഒരു മോശമായ അനുഭവങ്ങൾക്കൊക്കെല്ലാം, ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അപമാനത്തിനെല്ലാം ഒരു പരിഹാരമായിക്കൊണ്ട് അവർക്ക് സർവ്വവിധ സുഖ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. അവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുതിയ വീടും വാഹനവും എല്ലാം സ്വന്തമാക്കാൻ സാധിക്കുന്നു. അവർക്ക് പൊതുപ്രവർത്തന രംഗങ്ങളിൽ പങ്കെടുക്കുന്നതിന്, ചിലർക്ക് പൊതുപ്രവർത്തനമായിട്ട് വരുന്നതിനും അവർക്കും സാധിക്കുന്നു. അതിന് നല്ല രാഷ്ട്രീയ ഭാവി ആ സമയം അവർക്കുണ്ടാകാം. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടായേക്കാം. ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ഒരു വിചാരം, ഒരവസ്ഥ വരാം. മിത്രങ്ങളും ഉറ്റബന്ധുക്കളൊക്കെ ശത്രുക്കളാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാദം പോലുള്ള രോഗങ്ങൾ വരാം. ഹൃദയത്തിന് ചില രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. വാഹനങ്ങളും വീടും എല്ലാം ഉണ്ടാകാം. മനസ്സമാധാനം ലഭിക്കാം. ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും
ഒരു സുഖ ചികിത്സ ഈ സമയം നടത്തുന്നത് വളരെയധികം ശരീരത്തിനും മനസ്സിനും നല്ലതായിരിക്കും. ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് അടുത്ത് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് ഉറ്റ ബന്ധുക്കളിൽ ആരെങ്കിലും മരിക്കുന്നതിനോ അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള കോമ സ്റ്റേജ് പോലുള്ള അവസ്ഥകളിൽ വരാനോ ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാത്തിനെയും ഒരു ഭയം വരുന്ന ഒരു സമയമാണ്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഇതിൽ ചിലർക്ക് ലഭിക്കും. അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഒരു തൊഴിൽ അവർക്ക് ലഭ്യമാകും. സാമ്പത്തിക മികവും അന്തസ്സുള്ള ഒരു ജീവിതവും അവർക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളും നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് ആരെങ്കിലും കുറ്റം ചുമത്താം, പഴി കേൾക്കേണ്ടതായിട്ട്. അതുപോലെ അത് അശ്രദ്ധ കാണിച്ചാൽ അത് പോലീസ് പരാതി, കോടതി നടപടികളൊക്കെ ഉണ്ടാകാം. അതുപോലെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങുന്നതിന് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് വളരെ അകന്ന് താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൽ ചില ബന്ധുമിത്രാദികൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചത് മൂലം അവരിൽ നിന്നൊരു അകൽച്ച ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും സാധ്യതയുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഒരു ശാന്തി കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്നു. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ കുറയുന്നു. മനഃശാന്തിയും അവർക്ക് ലഭ്യമാകുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതല്ലാണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ കാലയളവിൽ കാണുന്നില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് പേരക്കുട്ടികൾക്കും ഒക്കെ ചെറിയ അസുഖങ്ങളുണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും വരുമാനം ധാരാളം ഉണ്ടാകാം. അതുപോലെ നിക്ഷേപങ്ങളിലെ സമൃദ്ധിയും അവർക്ക് ലഭിക്കാം. എന്നാൽ ഇതിൽ ചില ആൾക്കാർക്ക് ഒരു ഗുണമേന്മയില്ലാത്ത ചില ധനകാര്യ സ്ഥാപനങ്ങളിൽ പൈസ നിക്ഷേപിച്ചത് മൂലം അത് ആവശ്യത്തിന് തിരികെ കിട്ടാത്ത ഒരവസ്ഥയും വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്ക്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ പ്രവചനങ്ങൾക്ക് ജ്യോതിഷ പരിശോധന കൂടി അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.